ദൈവം പോഷ്ക്ക് പറയാൻ മനുഷ്യനല്ല. അവൻ ചിലത് പറഞ്ഞാൽ അത് പറഞ്ഞതാ. അവൻ ഭൂമി മാറും, ആകാശം മാറിയെന്ന് വരാം. പക്ഷെ ദൈവത്തിന്റെ വചനത്തിനോ, ദൈവത്തിന്റെ ശബ്ദത്തിനോ, ദൈവത്തിന്റെ വാക്കുകൾക്കോ, ദൈവത്തിന്റെ പ്രവചനങ്ങൾക്കോ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കോ ഒരൽപ്പം പോലും മാറ്റമില്ല. രണ്ട് വിഷയം ദിവസങ്ങളിൽ കൊടുത്തിരുന്ന് ആ രണ്ട് വിഷയത്തിന് ആദ്യത്തെ വിഷയം എൻ്റെ കണ്ണിന് കാഴ്ചയില്ലാതെ വളരെ ഭാരപ്പെട്ട് ഞാനിവിടെ കൈ പിടിച്ചാണ് ഇവിടെ എന്നെ കണ്ണടച്ചിരുന്നപ്പോൾ കൊണ്ടുവന്നത്. ആരെയും കാണാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ ദൈവം 2 വർഷത്തിനകത്ത് എൻ്റെ വിഷയത്തിന് മറുപടി തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടി. എനിക്കിപ്പോൾ ആരെയും സഹായമില്ലാതെ എനിക്ക് ഓടി വന്ന് ഇവിടെ സാക്ഷി പറയാൻ സ്വർഗത്തിലെ പിതാവ് തന്ന കൃപയ്ക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടുത്തെ ബ്രദർ എനിക്ക് വേണ്ടി ശക്തിയോടെ പ്രാർത്ഥിച്ചു, കണ്ണിന് സൗഖ്യം തന്ന്. രണ്ടാമത്തെ സാക്ഷി, ഈ 2 കുഞ്ഞുങ്ങളുടെ അമ്മ കളഞ്ഞിട്ട് പോയി. എൻ്റെ മോൻ്റെ കുഞ്ഞുങ്ങളാണ്. അവരങ്ങോട്ട് നീങ്ങിപ്പോയപ്പോൾ കുടുംബ കോടതിയിൽ കേസ് കൊടുത്ത് ഈ കുഞ്ഞുങ്ങളെ 2 വർഷം കൊണ്ട് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ കേസ് പറഞ്ഞ്, അപ്പോൾ കോടതിയിൽ നമുക്ക് തന്നത് 18 വയസ്സാവാതെ കുഞ്ഞുങ്ങളെ കയ്യിൽ തരത്തില്ല എന്ന് പറഞ്ഞ്. ഇപ്പോൾ ഈ കുഞ്ഞിന് 14 വയസ്സുണ്ട്, ആ കുഞ്ഞിന് 8 വയസ്സുണ്ട്. സ്വർഗത്തിലെ പിതാവ് നമ്മൾ ഇവിടെ വന്ന ബ്രദറിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പം പറഞ്ഞ് നിങ്ങൾ 3 ടോക്കൺ എടുത്ത് അവിടെ ചെന്ന് പ്രാർത്ഥിക്കണം സഭയിൽ. അത് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി. അപ്പോഴും എനിക്ക് മറുപടി ലഭിച്ചില്ല. എങ്കിലും ഞാനിത് സിസ്റ്റർമാരുടെയൊക്കെയും ഭവനത്തിൽ വരപ്പം പറയുമായിരുന്നു, എനിക്കിതിന് മറുപടി കിട്ടിയില്ല, കാരണം എന്താണെന്ന്. ഇല്ല, കാരണമുണ്ട്. അത് മറുപടി കിട്ടുന്നേരെ പ്രാർത്ഥിക്കണം. ഭിന്നം ബ്രദറിൻ്റെ അടുത്ത് വന്ന് ബ്രദർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തിരിച്ചു കിട്ടും. അത്ഭുതമായി വെടിവെച്ചാൽ മാത്രം മതി, ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രം മതി, അല്ലാത്തത് ഒന്നും വേണ്ട. ബ്രദർ ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഉറപ്പിച്ച് പറഞ്ഞു. ബ്രദറിൻ്റെ വാക്ക് ഞങ്ങൾ കേട്ട് 2 വർഷം കാത്തിരുന്നു. സ്വർഗത്തിലെ പിതാവ് ഞങ്ങൾക്ക് മറുപടി ലഭിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഞാനിവിടെ സാക്ഷി പറയാമെന്ന് പറഞ്ഞിരുന്നു, വിഷയമായിട്ട് കൊടുത്തതാണ്. അതിന് സിസ്റ്റർമാർ അമ്പൂരിയിൽ വെച്ച് എന്നെ ഒന്ന് കാണുവാനിടയായി. ഞങ്ങൾക്കൊരു പരിചയപ്പെടുത്തി തന്ന്, ചൂണ്ടുപാലത്തിൻ്റെ അവിടെ ഒരു ബ്രദറുണ്ട്, അവിടെ പോയാൽ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വിടുതൽ അത്ഭുതമായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ മോൻ പത്തനംതിട്ടയാണ്, ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്. ദൈവം അത്ഭുതമായി വിടിവെച്ച ദൈവത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഇനിയും ഞങ്ങൾക്ക് കുടുംബത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷികൾ നിന്ന് രമിക്കുന്നു. ശക്തിയോടെ കരം ചേർത്തടിച്ച് നല്ല ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം. അമ്മ എടുത്തെടുത്ത് പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. 2 വർഷത്തിനകത്ത് ആമേൻ തനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. കാഴ്ച 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ വർഷമാണ് കിട്ടിയത്. അടുത്ത് നഷ്ടപ്പെട്ടു പോയ തന്നെ മക്കളുടെ അവകാശത്തെ അതും 2 വർഷം കൊണ്ട്, അത് ഈ വർഷം. ഈ വർഷത്തിലെ വാഗ്ദത്ത വചനം എന്താ? പുനഃസ്ഥാപിക്കുന്ന വർഷം. പറഞ്ഞേ, പുനഃസ്ഥാപിക്കുന്ന വർഷം. ഹല്ലേലൂയ. നഷ്ടങ്ങളെ മടക്കിക്കൊണ്ടുവരുന്ന വർഷം. 2022 അല്ല, 2023 നഷ്ടങ്ങളെ മടക്കിക്കൊണ്ടുവരുന്ന വർഷമല്ലായിരുന്നു. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി 2024 ആയിരുന്നു. ഈ ദൈവമക്കൾ കാത്തിരുന്നപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം വ്യർത്ഥമായി പോയില്ല. 2022 നടക്കാത്തത് 23 നടക്കാത്തത് 24 നഷ്ടങ്ങളെ ദൈവം മടക്കി വരുത്തിയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, ദൈവം പോഷ്ക്ക് പറയാൻ മനുഷ്യനല്ല. അവൻ ചിലത് പറഞ്ഞാൽ അത് പറഞ്ഞതാ. അവൻ ഭൂമി മാറും, ആകാശം മാറിയെന്ന് വരാം. പക്ഷെ ദൈവത്തിന്റെ വചനത്തിനോ, ദൈവത്തിന്റെ ശബ്ദത്തിനോ, ദൈവത്തിന്റെ വാക്കുകൾക്കോ, ദൈവത്തിന്റെ പ്രവചനങ്ങൾക്കോ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കോ ഒരൽപ്പം പോലും മാറ്റമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എത്ര അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. അമ്മയ്ക്ക് കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടു. ഇവിടെ ആദ്യമായി വരുമ്പോൾ ഒരാളുടേതായിട്ടുള്ള സഹായത്തോടുകൂടി ഒരാൾ പിടിച്ചു നടത്തിക്കൊണ്ടാണ് വന്നേ. കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടൊരവസ്ഥ. പക്ഷേ
എടുത്തു പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുക മാത്രം ചെയ്യാം, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക. ആമേൻ. ദൈവം നമ്മുടെ വിഷയങ്ങളിൽ ചിലത് ഡിലേ വരണ്ടല്ലേ, അതിനർത്ഥം ദൈവം പ്രവർത്തിക്കത്തില്ല എന്നല്ല, ദൈവം പ്രവർത്തിക്കുവനെ കഴിവില്ലാത്തവനെന്നല്ല, അതിനർത്ഥം ദൈവത്തിന് സമയം വന്നിട്ടില്ല. ആമേൻ. യേശു കർത്താവിൻ്റെ അടുക്കൽ ആമേൻ കാനായിലെ കല്യാണ വീട്ടിൽ അമ്മ മറിയ പോയി പറഞ്ഞു, വീട്ടിൽ ഇങ്ങനെ പ്രശ്നം, വീഞ്ഞ് തീർന്നു പോയി, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ സമയം വന്നിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ മറിയ തിരഞ്ഞെടുത്തൊരു അംശം ഉണ്ടായിരുന്നു. മറിയ ആമൻ ചെയ്ത ഒരു നല്ലൊരു പ്രവൃത്തി ഉണ്ടായിരുന്നു. കർത്താവ് സ്ത്രീയെന്നൊക്കെ മുഖത്ത് നോക്കി വിളിച്ചെങ്കിലും മറിയ അപ്പുറത്ത് പോയി പറഞ്ഞു, വീട്ടുകാരോട് പറഞ്ഞു, അവൻ എന്തേലും പറഞ്ഞാൽ അതുപോലെ ചെയ്വൻ എന്ന് പറഞ്ഞ് കാത്തിരിക്കുവാനുള്ളൊരു മനസ്സ്. ആമേൻ, ഹല്ലേലൂയ. എപ്പോൾ യേശു ചിലത് പറയും, എപ്പോൾ യേശു ഞങ്ങളെ വിളിക്കും എന്ന കാത്തിരിപ്പോടുകൂടെ ആമേൻ ആയിരുന്നപ്പോൾ, അത്ഭുതം എന്ന് പറയട്ടെ, യേശുവിൻ്റെ സമയം വന്നപ്പോൾ ആമേൻ പച്ചവെള്ളം വീഞ്ഞായെങ്കിൽ, ഇവിടെ ദൈവത്തിൻ്റെ സമയം വന്നപ്പോൾ അന്ധത നിറഞ്ഞ കണ്ണിനകത്ത് ദൈവിക പ്രകാശം വീശുവാനിടയായി തീർന്നു. ഇന്നിവിടെ ആരും പിടിച്ചു കയറ്റിയില്ല. ഇന്ന് നമുക്ക് കാണാൻ വരുന്നുണ്ട്. എന്നെ കാണാൻ വരുന്നുണ്ട്. അമ്മ ഇതെത്രയാ കാണിക്കുന്നേ? ഒന്ന്. ഇതെത്രയാ? 2. ഇതെത്രയാ? 5. ഹല്ലേലൂയ. ഒന്ന് കരമടിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാവോ? നടക്കാൻ പറ്റാതെ വന്നൊരു വ്യക്തിയാ, പക്ഷെ ഇന്ന് ഈ ചെറിയ വിരലുകളെ പോലെ എണ്ണുവാനെ കഴിഞ്ഞെങ്കിൽ ഇത് അസാധ്യമല്ല. അവൻ അസാധ്യമായി മനുഷ്യൻ പറയൂ, പക്ഷെ ദൈവത്തിന് ഇത് സാധ്യമാ. ഹല്ലേലൂയ. മനുഷ്യന്റെ സ്നേഹത്തിന് പരിധിയുണ്ട്. ആമേൻ. അമ്മ മറന്നാലും, അപ്പം മറന്നാലും, ആമേൻ, അയൽക്കാർ മറന്നാലും, കൂട്ടുകാർ മറന്നാലും, ആര് മറന്നാലും മറക്കാത്തൊരു ദൈവത്തിൻ്റെ സ്നേഹമുണ്ടെന്നുള്ളൊരു അനുഭവ സാക്ഷ്യത്തോടെ ഈ കുടുംബം നിൽക്കുന്നത്. പെറ്റ തള്ള മറന്നു പോയപ്പോഴും ആമേൻ ഒരു കൂട്ടം വ്യക്തികൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവസ്നേഹം ഈ കുഞ്ഞുങ്ങളെ വിട്ടകന്നില്ല, അവരെ ശത്രുവിൻ്റെ കയ്യിൽ വിട്ടുകൊടുത്തില്ല, അവരുടെ ജീവിതത്തെ നിന്നയുടെ കൈക്ക് വിട്ടുകൊടുത്തില്ല. ഇന്നവർ അഭിമാനത്തോടുകൂടെ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കീഴിൽ ഇന്ന് അവകാശമുള്ളവരായി, അധികാരമുള്ളവരായി, ആമേൻ, ദൈവം അവരെ മടക്കി നൽകിയിരിക്കുമ്പോൾ ആ ദൈവത്തിനൊന്ന് കരമടിച്ച് ആ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ 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 ആമേൻ ഇന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. പുനഃസ്ഥാപിക്കുന്ന വർഷത്തിൽ നിന്റെ ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെട്ടേക്കും. നിന്റെ ആരോഗ്യമായിരിക്കാം, നിന്റെ അവകാശങ്ങളാകാം, അവൻ എന്തോ ആയിക്കോട്ടെ, നഷ്ടങ്ങളെ ദൈവം ഈ വർഷം തിരിച്ചു നൽകും.